നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയിലും ഒരു കുറുമ്പനായിട്ടുള്ള ഉണ്ണിക്കണ്ണൻ്റെ കഥ തന്നെയാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത്. നമ്മുടെ ഉണ്ണിക്ക് ചെറിയൊരു ഉണ്ണിയാണേ. പട്ടുകോണകം എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ്. എത്ര കൊണ്ടു കൊടുത്താലും അത് വാങ്ങി വെക്കും. അത്രത്തോളം ഇഷ്ടമാണ് പട്ടുകോണകത്തിനോട്. അത് ഉടുത്തുകൊണ്ട് നടക്കാനൊന്നും അല്ല കേട്ടോ, അതിങ്ങനെ തോളത്തിട്ട് ഉടുക്കാപ്പെട്ടിയായിട്ട് ഇങ്ങനെ കാറ്റും കൊണ്ട് നടക്കാനാണ് നമ്മുടെ ഉണ്ണിക്ക് ഇഷ്ടം. അത്രയും കുറുമ്പനായിട്ടുള്ള പട്ടുകോണകത്തിനോട് അത്രയും ഇഷ്ടമുള്ള ഒരു ഉണ്ണിക്കണ്ണൻ്റെ കഥയാണ് ഇന്ന് പറയുന്നത് കേട്ടോ. ഒപ്പം തന്നെ പട്ടുകോണകം ചോദിച്ച് വാങ്ങിയിട്ടുള്ള ഒരു അനുഭവ കഥ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരവും പറയുന്നുണ്ട് കേട്ടോ. ഇന്നലത്തെ ദാമോദര ലീലയായിരുന്നു ഇന്നലെ ശ്രീലകത്തുണ്ടായിരുന്നത്. ഒരു ഉരലിന്മേ ഉണ്ണിയെ കെട്ടിയിട്ടിട്ടുള്ള അലങ്കാരം. പിന്നെ അത് കൂടാതെ ഗണപതിയുടെയും ഭഗവതി അമ്മയുടെയും അയ്യപ്പൻ്റെയും ഒക്കെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ ഉണ്ണിയുടെ കഥ നമുക്ക് എത്ര പറഞ്ഞാലും വിശേഷങ്ങൾ മതിയാവില്ല അല്ലേ. അപ്പോൾ ഈ ഒരു ചിങ്ങമാസത്തിൽ നമ്മൾ വിഷ്ണു ഭജനത്തിന് ഏറെ പ്രിയപ്പെട്ടതാണ്, ഏറെ പ്രാധാന്യമുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണ കഥകൾ കൊണ്ടും നമ്മുടെ ഈ ഒരു മാസം നമുക്ക് മുഴുവനാക്കാം, പൂർണ്ണമാക്കാം. അപ്പോൾ ഓരോ ദിവസവും ഓരോ കൃഷ്ണ കഥകൾ തന്നെ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് തുടങ്ങാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. ആദ്യം തന്നെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ ഗുരുവായൂരപ്പൻ ദാമോദരനുണ്ണിയായിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത്. യശോദാമ്മ പിടിച്ചിട്ട് ഒരു ഉരല് കെട്ടിയിട്ടിട്ടുണ്ട്. അത്ര അധികം കുറുമ്പ് കാണിച്ചു എന്ന് തോന്നുന്നു. പക്ഷെ ഉരലെന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഉരലാണ് കേട്ടോ. ഉണ്ണിക്ക് ഇഷ്ടത്തിന് വലിച്ചു കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ഉരല്. ശിക്ഷ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ അത് കഠിനമായിട്ടുള്ള ശിക്ഷയൊന്നും അല്ലേ. അത്ര ഒരു ചെറിയ ഒരു ഉരലിലാണ് ഉണ്ണിയെ കെട്ടിയിട്ടിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു. 2 തിരുമുടിമാല ഇന്നലെ ഗുരുവായൂരപ്പനുണ്ടായിരുന്നു. ഒരെണ്ണം താമരയും തുളസിയും കൂടിയുള്ളതായിരുന്നു. പിന്നെ രണ്ടാമത്തേത് മുഴുവനായിട്ടും തെച്ചിയിൽ കോർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ. അതേപോലെ 2 ഉണ്ടമാലകൾ ഉണ്ടായിരുന്നു. ഗുരുവായൂരപ്പൻ്റെ അദ്ദേഹത്തോട് ചേർന്ന് കിടക്കുന്നത് തെച്ചിയും തുളസിയും നന്ദ്യാർവട്ടവും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ. അതിൽ നന്ദ്യാർവട്ടം കുറച്ച് കോർത്തിട്ട് പിന്നെ തെച്ചിയുടെ ഇടയിലാണ് ഇങ്ങനെ തുളസി ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ കോർത്തിരിക്കുന്നത്. പിന്നെ നന്ദ്യാർവട്ടം പിന്നെ തെച്ചിയുടെ ഇടയിൽ ഇങ്ങനെ കുറേശ്ശെ തുളസി കോർത്തിട്ട് അത് നല്ല ഭംഗിയുള്ള ഒരു മാലയായിരുന്നു. പിന്നെ അതിന് തൊട്ടടുത്ത് വേറൊരു വലിയ ഉണ്ടമാല താമരയും തുളസിയും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ. അത് നല്ല തടിച്ചുരുണ്ടിട്ടുള്ള ഒരു ഉണ്ടമാലയായിരുന്നു. അതിന് നടുക്കാണ് കുറുമ്പ് കാണിച്ചിട്ട് ഉരല് കെട്ടിയിട്ടുണ്ടായിരുന്ന നമ്മുടെ പൊന്നുണ്ണി നിൽക്കുന്നുണ്ടായിരുന്നത്. നല്ല രസത്തിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പൊന്നിന് കിരീടമൊക്കെ ചൂടിയിട്ട് നെറ്റിയിലൊരു ഗോപി തിലകുണ്ട്, വലിയ കാതുപൂക്കളുണ്ട്. കുറുമ്പ് കാണിച്ച് ശിക്ഷയൊക്കെ കിട്ടിയിട്ടാണ് നിൽക്കുന്നെങ്കിലും കൂടെ ആ ഒരു പുഞ്ചിരി ആ മുഖത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസത്തിൽ നല്ല 3 മാലകൾ അണിഞ്ഞിട്ടുണ്ട്. പിന്നെ നെഞ്ചിൻ്റെ ആ ഭാഗത്തായിട്ടും ഒരു ഗോപി തിലകം ചാർത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നലെ കൈവളകളൊന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല, എന്താണെന്ന് എനിക്കറിയില്ല. അതേപോലെ തന്നെ കാൽത്തളകളും കണ്ടിരുന്നില്ല. അരയിൽ കിങ്ങിണി കെട്ടിയിട്ടുണ്ട്, പട്ടുകോണകം ചുറ്റിയിട്ടുണ്ട്. പിന്നെ ഇതും പോരാഞ്ഞിട്ട് ആ ഉരലിൽ കെട്ടിയിട്ടുള്ള ആ ചുവന്ന നിറത്തിലുള്ള കയറ് ഉണ്ണിയുടെ വയറിൽ ഇങ്ങനെ മുറുക്കി കെട്ടിയിട്ടുണ്ട് കേട്ടോ. എങ്ങോട്ടും ഓടിപ്പോകരുതെന്ന് വെച്ചിട്ട്. എന്നിട്ടും ഈ ഉരൽ വലിച്ചിട്ട് ഓടുക, അങ്ങനെ ആ ഒരു ഭാവത്തിലാണ് ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത്. പിന്നെ ഒരു കയ്യിൽ ആ പൊന്നോടക്കുഴലും കൂടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ. എത്ര കുറുമ്പൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും ഓടക്കുഴലും കയ്യിൽ നിന്ന് വിട്ടിട്ടില്ല, യാതൊരു കളിയുമില്ല. അപ്പോൾ ഓടക്കുഴലും പിടിച്ചിട്ടാണ് പുഞ്ചിരി തൂകിക്കൊണ്ട് ആ മുരളീധരൻ എന്ന് പറയുന്നത് ദാമോദരൻ ലീലയായിട്ട് ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ആ ദാമോദരനുണ്ണീനെ നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അങ്ങനെ ഗുരുവായൂരപ്പനെ തൊഴുതിട്ട് നേരെ ഗണപതിയുടെ അടുത്തേക്കാണ് കേട്ടോ ഇന്നലെ വന്നത്. ഗണപതിക്ക് ഇന്നലെ മഞ്ഞ നിറത്തിലായിരുന്നു ഉടയാട ഉണ്ടായിരുന്നു, പട്ടിൻ്റെ ഉടയാടയായിരുന്നു. പിന്നെ അത് കൂടാതെ അരയിലൊരു ചുവന്ന പട്ടുകൊണ്ടും കൂടെ ചുറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല രസത്തിലിരിക്കുന്ന ഗണപതിയായിരുന്നു. കഴുത്തിലാണെങ്കിൽ ഒരു കാശുമാല അണിഞ്ഞിട്ടുണ്ട്. പിന്നെ ആ വലിയ കാതുകളിലെ 2 സ്വർണ്ണപ്പൂക്കളും കൂടെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അതുകൂടാതെ നെറ്റിയിൽ 2 തരത്തിലായിരുന്നു കേട്ടോ പൊട്ട്. ഒന്ന് ആ ഗോപി തിലകമുണ്ട്, അത് കൂടാതെ ഒരു സ്വർണ്ണപ്പൂവും കൂടെ ഒട്ടിച്ചിട്ട് 2 എണ്ണം ഉണ്ടായിരുന്നു ഇന്നലെ നെറ്റിയിൽ. പിന്നെ വലിയൊരു കിരീടം, ഗണപതിക്ക് വലിയൊരു കിരീടം ഉണ്ടല്ലോ, ആ 4 തട്ടുകളൊക്കെ ആയിട്ട്, അതാണ് ഇന്നലെ അണിഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സുന്ദരനായിട്ടിരിക്കുന്ന ഗണപതിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഗണപതിയുടെയും ആ രൂപം ഒന്ന് മനസ്സിൽ ഇങ്ങനെ ധ്യാനിച്ചിട്ട് കണ്ണടച്ചിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഒന്ന് ഏത്തോട്ടോളൂ, എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ. അവിടെ നേരെ ഭഗവതി അമ്മയെ തൊഴാനായിട്ടാണ് കേട്ടോ പോയത്. നമ്മുടെ ഭഗവതി അമ്മ ഇന്നലെയും വാതിൽ മാടത്തിൽ കൂടെയാണ് കയറി തൊഴുതത്.
അപ്പോൾ ഇന്നലത്തെ ഭഗവതി അമ്മയ്ക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള അലങ്കാരമായിരുന്നു കേട്ടോ. ചുവന്ന പട്ടായിരുന്നു ഉടയാടയായിട്ടുണ്ടായിരുന്നത്. അത് അര മുതൽ ഇങ്ങനെ പാദമൊക്കെ കടന്നിട്ട് നല്ല വിസ്തരിച്ച് ഇങ്ങനെ അണിഞ്ഞിട്ടുണ്ട്, നിറയെ സ്വർണത്തിൻ്റെ ഡിസൈനുകളോടൊക്കെ കൂടിയിട്ട്. എന്നിട്ട് ഭഗവതി അമ്മ ഒരു ചെറിയ ഉണ്ണിയുടെ പോലെ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ ചുണ്ടോട് ചേർത്തിട്ട് മറ്റേ കൈ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ കുത്തിയിട്ടാണ് ഭഗവതി അമ്മ നിൽക്കുന്നുണ്ടായിരുന്നത്. ഒരു നൃത്തം ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ചെറിയ ഉണ്ണികൾ ഇങ്ങനെ നിൽക്കില്ലേ, അതേപോലെയാണ് കേട്ടോ. ചെറിയൊരു ദേഹമൊക്കെ ആയിട്ടാണ് ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അലങ്കാരങ്ങൾ, അതായത് മാലകളും വളകളും തോൾവളകളും അരയിലേക്ക് ഇങ്ങനെ എല്ലാതും ചുവന്ന പട്ടുകൊണ്ടാണ് ഇന്നലെ ചാർത്തിയിരിക്കുന്നത്. സ്വർണ്ണ നിറത്തിലുള്ള ആഭരണങ്ങളല്ല, എല്ലാതും ചുവന്ന പട്ടുകൊണ്ടാണ് കേട്ടോ ദേഹം മുഴുവൻ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കാതിൽ പൂക്കൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു സ്വർണ്ണ നിറത്തിൽ. ചുണ്ടൊക്കെ നന്നായി ചുവപ്പിച്ചിട്ടുണ്ട്. ആ ചുണ്ടോട് ചേർത്തിട്ടാണ് ഒരു കൈ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ താടിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു കൈ ഇങ്ങനെ ഇടുപ്പിൽ കുത്തിയിട്ട് നിൽക്കില്ലേ, അതേപോലെയാണ് കേട്ടോ നിൽക്കുന്നത്. ഒരു വട്ടപ്പൊട്ട് സ്വർണത്തിൻ്റെയാണ്, പക്ഷെ അത് തിളങ്ങണമൊന്നും ഉണ്ടായിരുന്നില്ല. അതിങ്ങനെ നെറ്റിയിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കിരീടം പറയത്തക്ക തിളക്കമൊന്നും ഇന്നലെ ഉണ്ടായിരുന്നില്ല കേട്ടോ. 2 ചെറിയ പൂക്കൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് തമ്മിൽ ഇങ്ങനെ യോജിപ്പിച്ചിട്ടുണ്ട് ചെറുതായിട്ട്, അത്രയേ ഉള്ളൂ. വലിയൊരു കിരീടമൊന്നും ആയിരുന്നില്ല. പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ ആ നിൽപ്പ് തന്നെയായിരുന്നു കേട്ടോ. ആ ഒരു കൈ ചുണ്ടോട് ചേർത്തിട്ട് മറ്റേ കൈ ഇങ്ങനെ ഇടുപ്പിൽ കുത്തി വെച്ചിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. വലിയ പാവാടയൊക്കെ അണിഞ്ഞിട്ട് നല്ല സുന്ദരിയായിട്ട് ഭഗവതി അമ്മ. അപ്പോൾ എല്ലാവരും ഭഗവതി അമ്മയുടെ ആ ഒരു രൂപം ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുത് പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഭഗവതി അമ്മയെ ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ. പിന്നെ അയ്യപ്പനെ തൊഴാനായിട്ടാണ് എത്തിയത്. അയ്യപ്പൻ ഇന്നലെ മഞ്ഞ നിറത്തിലായിരുന്നു ഉടയാട ഉണ്ടായിരുന്നത്. ആ ഉടയാടയൊക്കെ അണിഞ്ഞിട്ട് ഗംഭീരമായിട്ട് നല്ല രസത്തിലായിരുന്നു ഇന്നലെ അയ്യപ്പൻ്റെ ചാർത്തുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. 3 മാലകൾ, നല്ല വീതിയുള്ള വലിപ്പമുള്ള മാലകളാണ്. 2 യഥാർത്ഥ മാലകളാണ് കേട്ടോ. അതിന് നടുക്ക് ഈ സ്വർണ്ണപ്പൂക്കൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് ഒരു മാല പോലെ തീർത്തിട്ടുണ്ട്. അപ്പം നിറയെ 3 മാലകളൊക്കെ അണിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ല തിളക്കുണ്ടാവുമല്ലോ. നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല രസമായിട്ട് കാണുന്നുണ്ടായിരുന്നു. കാതിൽ പൊട്ടുകളൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ചുണ്ടൊക്കെ നന്നായി ചുവപ്പിച്ചിട്ട് ആ നെറ്റിയിൽ മഴത്തുള്ളി പോലത്തെ ഒരു ഗോപിതിലക ഉണ്ടെന്ന് പറഞ്ഞില്ലേ, കാതുകളിൽ കഴിഞ്ഞ ദിവസം അതായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത് നെറ്റിയിലാണ് ഇന്നലെ ഉണ്ടായിരുന്നത് കേട്ടോ, ഗോപിതിലകം പോലെ. പക്ഷെ അതിനൊരു പ്രത്യേക ഷേപ്പ് ഉണ്ട്, ഒരു മഴത്തുള്ളിയുടെ ആകൃതിയിൽ. അങ്ങനെയാണ് നല്ല തിളക്കമൊക്കെ ആയിട്ട് ആ നെറ്റിയിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കിരീടവും ചന്ദനം കൊണ്ട് ചാർത്തിയിരിക്കുകയാണ് കേട്ടോ. ഗംഭീര കിരീടം എന്ന് പറയാം. അത്ര ഭംഗിയിൽ, അത്രയും എന്താ പറയുക, കൃത്യമായിട്ട് അളവുകളോട് കൂടിയിട്ട് പെർഫെക്ഷൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നല്ല രസത്തിൽ ചാർത്തിയിട്ടുള്ള ഒരു കിരീടമായിരുന്നു. മുഖമൊക്കെ നല്ല ഭംഗിയിൽ അങ്ങനെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എവിടെയും നമുക്കൊരു കുറവ് അല്ലെങ്കിൽ ഒരു പോരായ്മ അതിന് പറയാൻ സാധിക്കില്ല. അത്രയും ഗംഭീരമായിട്ടാണ് ഇന്നലത്തെ മുഖച്ചാർത്തും ദേഹമാണെങ്കിലും കിരീടമാണെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നത്. കിരീടത്തിന് മുകളിൽ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ട് ചുവപ്പും വെളുപ്പും നിറത്തിൽ ഇങ്ങനെ നല്ല ഭംഗിയിൽ അതിലിങ്ങനെ ഒരു ഭംഗിക്കായിട്ട് അലങ്കരിച്ചിട്ടും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കൃഷ്ണാട്ടത്തിൻ്റെ കിരീടമൊക്കെ കണ്ടിട്ടില്ലേ, കിരീടത്തിന് പുറകിലായിട്ട് ഒരു പ്രഭാവലയം കൂടെ ഉണ്ടായിരിക്കും. അതും നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല രസത്തിൽ ചാർത്തിയിട്ടുള്ള അയ്യപ്പനായിരുന്നു. നല്ല തിളക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന നന്നായി അലങ്കരിച്ചിട്ടുള്ള അയ്യപ്പനായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അയ്യപ്പൻ്റെയും ആ ഒരു രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും ഒന്ന് അയ്യപ്പനെ നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഭഗവാന്റെയും പട്ടുകോണകത്തിൻ്റെയും കഥയാണ് കേട്ടോ. പട്ടുകോണകം ഇത്ര ഇഷ്ടമുള്ള ഒരു കണ്ണൻ വേറെ ഇല്ല. അത്ര ഇഷ്ടമാണ്. എത്രത്തോളം അത് കിട്ടണോ അത്രത്തോളം ഇഷ്ടമാണ്. നമ്മൾ എന്ത് കൊണ്ടുവന്ന് സമർപ്പിച്ചാൽ അത് പട്ടുകോണകമാണോ പ്രത്യേക ഇഷ്ടമായിരിക്കും. പട്ടുമുണ്ട് അതിനോടൊക്കെ വലിയ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു കഥയാണ് കേട്ടോ പറയാനായിട്ട് പോണത്. ഉണ്ണിക്ക് ചെറിയ പ്രായമാണ്, ഒരു 3 വയസ്സ് 3.5 വയസ്സൊക്കെ പ്രായം ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഏട്ടനും ഉണ്ട്. ഇവർക്കാണെങ്കിൽ നല്ല കുറുമ്പാ, അഹമ്മദിയോട് അഹമ്മദി. എവിടെയെങ്കിലും 2 കൊണ്ടുവച്ചാൽ അവിടെ കാണില്ല, പിന്നെ നമ്മൾ അന്വേഷിച്ച് നടക്കണം, അത്രയും കുറുമ്പാ. അപ്പോൾ ഈ കൂടെ കളിക്കുന്ന ഒരു 10-32 വേറെ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് കുറുമ്പൊക്കെ കാണിച്ച് ആകെ ബഹളമായാണ് ഓരോ ദിവസവും കേട്ടോ. അത്രയധികം ബഹളമായിരിക്കും ഓരോ ദിവസവും. കുറുമ്പ് ഇങ്ങനെ കൂടിയിട്ട് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അവർക്കും അറിയില്ല. അപ്പോൾ ഇതൊക്കെ കാണാനും എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് ആരും വഴക്കും പറയില്ല. അങ്ങനെ ഗംഭീരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയം, അങ്ങനെ ഒരു ദിവസം എല്ലാവരും കൂടെ കളിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ആരുടെയും ശബ്ദമൊന്നും കേൾക്കാനില്ല. സാധാരണ നമ്മൾ കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ബഹളം കേട്ടാൽ അവരവിടെ ഉണ്ടെന്ന്. പെട്ടെന്ന് ശബ്ദം നിന്ന് പോയാലാണ് നമ്മൾ ശ്രദ്ധിക്കുക, ഇത്ര നേരം ശബ്ദിച്ചിരുന്നവർ കാണാമല്ലോ. അപ്പോഴാണ് നമ്മളൊന്ന് പോയി നോക്കുക എന്താ അവിടെ ചെയ്തുകൊണ്ടിരിക്കണേന്ന്. ഞങ്ങളുടെ വീട്ടിലും അങ്ങനെ തന്നെയാണ്, എൻ്റെ വീട്ടിലും കുട്ടികൾ അങ്ങനെയാണ്. ശബ്ദം ഇല്ലാതാവുമ്പോഴാണ് നമ്മളൊന്ന് പോയി നോക്കുക. അതേപോലെ പെട്ടെന്ന് ശബ്ദമൊക്കെ നിന്നിരിക്കണു, ആരുടെയും ശബ്ദം കേൾക്കണില്ല. കണ്ണൻ്റെ ആണെങ്കിലും രാമേട്ടൻ്റെ ആണെങ്കിലും ശബ്ദമൊന്നുമില്ല.
അങ്ങനെ യശോദാമ്മ വിചാരിച്ചു എന്തപ്പം ഉണ്ടായേ, ഒരു ബഹളവും കേൾക്കാനില്ലോ എന്ന് വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ മുറിക്കകത്തേക്ക് പോയി നോക്കുമ്പോൾ എന്താ ചെയ്യണേന്നറിയോ, യശോദാമ്മയുടെ അലമാര തുറന്നിട്ട് അതിലുള്ള പുതിയ പുതിയ പട്ടുസാരികൾ, നല്ല വിലപിടിപ്പുള്ള സാരികളാണ്, അതെല്ലാം പിശങ്കത്തി വെച്ചിട്ട് മുറിച്ചുകൊണ്ടിരിക്കുക. എന്ത് പട്ടുകോണകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഉണ്ടാക്കിയ പട്ടുകോണകങ്ങളൊക്കെ സൈഡിൽ ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പുതിയത് ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുക, മിണ്ടാണ്ട് കേട്ടോ. തൊട്ടപ്പുറത്ത് രാമേട്ടനെ നിർത്തിയിട്ടുണ്ട്, ഒന്നും മിണ്ടരുത് എന്ന് പറഞ്ഞിട്ട് വാതിലിന്റെ മറവില്. അപ്പൊ ഞാനിതെല്ലാം കാണുന്നുണ്ട്, എല്ലാത്തിനും ഞാൻ തന്നെയാണ് സാക്ഷി എന്നുള്ള രീതിയിൽ രാമേട്ടനും ഈ ചുണ്ട് ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് നിൽക്കുക. അതാണ് ബഹളമൊന്നും ഇല്ലാത്തതേ. കള്ളത്തരം കാണിക്കുമ്പോഴാണ് ഈ ബഹളം ഒന്നും വെക്കാത്തത്. ഇത് കണ്ടപ്പോൾ യശോദാമ്മയ്ക്ക് അങ്ങടെ ദേഷ്യം വന്ന്. കാരണം പുതിയ പട്ടുസാരികളാണ്, അത്രയും വിലപിടിപ്പുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഈ മുറിച്ചുകൊണ്ടിരിക്കണതേ. അപ്പൊ അത്രയും ദേഷ്യം വരില്ലേ. വേഗം യശോദാമ്മ ഒരു കുഞ്ഞു വടി കേട്ടോ, കുഞ്ഞു വടി എടുത്തു കൊണ്ടുവന്നിട്ട് ഓടി വരിക കണ്ണനെ തല്ലാനായിട്ട്. ആ കുറുമ്പ, നീ പട്ടുസാരികളൊക്കെ എടുത്തിട്ട് മുറിക്കുകയാണല്ലേ, നിന്നെ ഇപ്പൊ ശരിയാക്കി തരാം, നല്ല തല്ല് തരുന്നുണ്ട് ഞാനെന്ന് പറഞ്ഞിട്ട് ഓടി വരിക. ഇതങ്ങോട്ട് കണ്ട പാടെ രണ്ടുപേരും, കണ്ണനും അതെ രാമേട്ടനും അതെ, ഓടടാ ഓട്ടം. അങ്ങനെ ഓടി യശോദാമ്മ പിന്നാലെ വടിയായിട്ട് വരുന്നുണ്ട് കേട്ടോ തല്ലാനായിട്ട്. ഓടി ഓടി ഓടിയിട്ട് ഇവർ പുറത്തേക്ക് എത്തി, കിണറിന്റെ വക്കത്തെത്തി. അപ്പൊ ഈ കിണറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഒരു പ്രത്യേക തരത്തിലുള്ള കപ്പിയല്ല, ഈ തൊട്ടി ഉണ്ടാവുമല്ലോ, തൊട്ടികൾ അതില് അത് 2 എണ്ണം ഉണ്ടായിരിക്കും. അത് ഒരെണ്ണം നമ്മളിപ്പോൾ വെള്ളം കോരുമ്പോൾ മുക്കി കഴിഞ്ഞാൽ മറ്റേത് ഉയർന്നു വരും. അപ്പൊ ഇത് പൊങ്ങി വരുമ്പോൾ മറ്റേത് താഴും. അങ്ങനത്തെ ഒരു പ്രത്യേകതരം ഒരു സീസോ സംവിധാനമാണ്. അപ്പൊ എന്ത് ചെയ്തു, ഉണ്ണി ഓടി വന്നിട്ട് അതിലൊരു തൊട്ടിയിലേക്ക് ഒറ്റ ചാട്ടം. ഈ ചാടിയ പാടെ ആ തൊട്ടി താഴേക്ക് ഇങ്ങനെ കിണറിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ താഴ്ന്നു പോയിട്ടോ. ആ പോകുന്ന സമയത്ത് ഗോപികമാർ ഇത് കണ്ടിട്ട് സഹിക്കുവോ, അവർ ഓടി വന്നിട്ട് 2-4 പേര് അപ്പുറത്തെ തൊട്ടിയിലേക്ക് ചാടി. അപ്പൊ എന്തായി, അതൊന്ന് ബാലൻസ് ആയിട്ടോ, അത് താഴ്ന്നു വന്നത് ഉയർന്നിട്ട് ബാലൻസ് ആയി. അപ്പൊ ഉണ്ണിക്ക് നല്ല രസം, ഇത് നല്ല കളിയാണല്ലോ, നല്ല രസമുണ്ടല്ലോ ഈ കളി, അപ്പൊ ഇതെന്നെ തുടർന്ന് കളിക്കാന്ന് വിചാരിച്ചിട്ട് ഉണ്ണി കുറച്ചൊന്ന് ആ ഭാരം ഒന്ന് ഇങ്ങോട്ട് കൂട്ടിയപ്പോൾ എന്തായി, ഉണ്ണി താഴ്ന്നു, ഗോപികമാർ നിൽക്കുന്ന തൊട്ടി ഒന്ന് ഉയർന്നു വന്നു. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന 2-3 ഗോപികമാർ പിന്നെയും ഈ തൊട്ടിയിലേക്ക് ചാടി. അങ്ങനെ പിന്നെയും ഇത് ബാലൻസ് ആയി. ഉണ്ണിക്ക് ബഹുരസം, ഇത് കളിച്ചുകൊണ്ടിരിക്കുക. ഗോപികമാരാണെങ്കിൽ ഉണ്ണി താഴേക്ക് പോകുന്നുള്ള പേടി കൊണ്ടാണ് ഈ ചാടുന്നത്, ഉണ്ണിക്കാണെങ്കിൽ അതൊരു രസം. യശോദാമ്മ കയറി വരുണ്ണി എന്ന് പറയുന്നുണ്ട്. ഉണ്ണി ഇതൊന്നും കേൾക്കണില്ല കേട്ടോ. അങ്ങനെ പിന്നെയും അവിടെ ആകെ ബഹളായി, എല്ലാവരും ഓടിക്കൂടി. അപ്പൊ എല്ലാവർക്കും അറിയാം ഇത്രയധികം ബഹളം അവിടെ ഉണ്ട് വെച്ചെങ്കിൽ ഉണ്ണി എന്തെങ്കിലും കുറുമ്പ് കാണിച്ചിട്ടാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അതെന്താണ് ഇന്ന് കാണിച്ചിരിക്കണതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഓടിക്കൂടിയിരിക്കുക. അപ്പൊ ഉണ്ണിയാണെങ്കിലോ കിണറിൻ്റെ ഉള്ളില്ല. അങ്ങനെ ആകെ ബഹളം. യശോദാമ്മയ്ക്ക് ആകെ പേടി, കൂടി നിൽക്കുന്നവർക്ക് ആകെ പേടി. ഉണ്ണിക്ക് മാത്രം മുഖത്ത് നല്ല സന്തോഷമുണ്ട്, കളിയും ചിരിയുണ്ട്. അങ്ങനെ ആര് പറഞ്ഞിട്ടും കൂട്ടാക്കാതെ നിൽക്കുന്ന ആ ഒരു സമയത്താണ് നന്ദഗോപര് അങ്ങോട്ട് വരുന്നത് കേട്ടോ. അങ്ങനെ നന്ദഗോപര് എത്തുന്ന സമയത്ത് ഗോപികമാരെല്ലാവരും തൊട്ടിയില്ല, അവർക്ക് നിൽക്കാൻ അവിടെ സ്ഥലം ഇല്ലാണ്ടായി തുടങ്ങി. ഉണ്ണി താഴേക്ക് പോകുമോന്ന് വിചാരിച്ചിട്ട് അവർ നിൽക്കുന്നേ. ഉണ്ണി താഴേക്ക് പോകില്ല എന്ന് ഉണ്ണിക്കറിയാലോ, പക്ഷെ ഗോപികമാർക്ക് അറിയില്ലേ. അപ്പൊ ആ ഒരു സ്നേഹവും കൂടെ ഉണ്ണി കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ പിന്നെയും അവരെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക ഉണ്ണി. അപ്പോഴാണ് നന്ദഗോപര് വന്നിട്ട്, എന്താ അവിടെ പ്രശ്നം, ഉണ്ണി എന്താ കിണറ്റിന് കരയിലേന്ന് ചോദിച്ചു. കിണറിന്റെ ഉള്ളിലേക്കാണെങ്കിൽ താഴ്ന്നു പോണതേ. അങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാൻ ഉണ്ണി, വേഗം ഇങ്ങോട്ട് കയറി വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ണി പറഞ്ഞു, ഉണ്ണിക്ക് പെട്ടെന്ന് കരച്ചിലാട്ടോ വന്നത്, പൊട്ടിക്കരഞ്ഞു തുടങ്ങി. അവിടെ വന്നിട്ട് അമ്മ എന്നെ തല്ലാൻ വന്നു വെച്ചാന്ന് പറഞ്ഞിട്ട് അങ്ങടെ പൊട്ടിക്കരഞ്ഞു തുടങ്ങിട്ടോ. അപ്പോൾ എന്താ പ്രശ്നം എന്നാണ് അച്ഛൻ ചോദിക്കുക, എന്തിനാ ഇങ്ങനെ തല്ലാൻ വരുന്നതെന്ന്. അമ്മയാണെങ്കിൽ അവിടെ ദേഷ്യം വന്നിട്ടാട്ടോ വടിയും പിടിച്ച് നിൽക്കണേ. അപ്പോൾ പറഞ്ഞു, ഞാനേ അമ്മയുടെ ആ പട്ടുസാരിയൊക്കെ എടുത്തിട്ട് മുറിച്ചു പട്ടുകോണകാക്കി, പട്ടുകോണകില്ല എനിക്ക് ഉടുക്കാനേ, അപ്പോൾ അത് ഞാൻ കീറി, അതിനാണ് അമ്മ തല്ലാൻ വന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ണി കരയണത്. അപ്പോൾ ചാടി ചാവാൻ വന്നതൊക്കെ കിണറ്റിലേക്ക്. അപ്പോൾ ഇത്രയും വലിയ പ്രശ്നമാണെന്ന് അച്ഛൻ അപ്പോഴാട്ടോ മനസ്സിലായത്. അങ്ങനെ അച്ഛൻ പറഞ്ഞു, എന്തായാലും ഇനിയിപ്പോൾ ഒരു പരിഹാരം വേണമല്ലോ, അതെന്താ വെച്ചാൽ ചെയ്യാം. ഉണ്ണി എന്ത് പറഞ്ഞാലും അച്ഛൻ അതേപോലെ അനുസരിക്കും കേട്ടോ നന്ദഗോപരി. അപ്പോൾ എന്താ പരിഹാരം വേണ്ടതെന്ന് ഉണ്ണി എന്നെ പറഞ്ഞോളൂ, നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ണി പറഞ്ഞു, അതെ കോണകദാനം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കോണകദാനോ, അച്ഛനിത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ചടങ്ങിനെ പറ്റി കേൾക്കണത്, ഇതുവരെയ്ക്കും കേട്ടിട്ടില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു, അന്ന് എന്താ വെച്ചാൽ അതന്നെ ചെയ്യാം. അപ്പൊ അച്ഛൻ അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ ഇരിക്കാൻ ഉണ്ണി, ആദ്യം ഉണ്ണി ഇങ്ങോട്ട് കയറി വരൂ, എന്നിട്ട് നമുക്ക് ഈ കോണകദാനം ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം കെട്ടിൻ കരന്നൊക്കെ ഒന്ന് മാറി നിന്നിട്ട് വേണ്ട ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് ചാടാനായിട്ട് തോന്നിയാലോ. അങ്ങനെ എല്ലാവരും കൂടെ തൊട്ടിയൊക്കെ വലിച്ചു പിടിച്ചു ഉണ്ണി ഒറ്റ ചാട്ടത്തിന് നന്ദഗോപരുടെ ഒക്കത്തെത്തിട്ടോ.
എന്നിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നന്ദഗോപർക്ക് ഇതിൻ്റെ ചടങ്ങുകളൊന്നും അറിയില്ല. അപ്പോൾ പറഞ്ഞു അതൊന്നും വേണ്ട അച്ഛാ, ഞാനെല്ലാം പറഞ്ഞു തരാം, അതേപോലെ അങ്ങോട്ട് ചെയ്താൽ മതി. എന്നിട്ട് എല്ലാ ഒരുക്കങ്ങളും തുടങ്ങിയിട്ടോ കോണകദാനത്തിനുള്ളത്. അങ്ങനെ കിണറ്റിൻകരയിൽ നിന്നൊക്കെ ഒന്ന് നീങ്ങി അവിടെ നല്ല നല്ല രസത്തിൽ എന്താ പറയുക, സാധാരണ ഒരു വലിയ ചടങ്ങുകളൊക്കെ ഇങ്ങനെ നടത്തുക അതേപോലെ ഗംഭീരമായിട്ട് നടത്തുന്നത്. വിളക്ക് കൊണ്ടുവന്ന് കൊളുത്തി വെച്ചിട്ടുണ്ട്, കിണ്ടി കൊണ്ടു വെച്ചിട്ടുണ്ട്, പൂജാദ്രവ്യങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും നടത്തി നന്ദഗോപുരം അവിടെ ഇരുത്തി. അങ്ങനെ പോയി കോണകം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. മുറിച്ച് വെച്ചിട്ടുള്ള അമ്മയുടെ പട്ടുസാരി മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതാണ് കൊണ്ടുവരണത്. അങ്ങനെ എല്ലാവരും ചുറ്റിനും വന്നു നിന്നു, കോണകം കൊണ്ടുവന്നു. ഇനി തുടങ്ങായി ദാനം. ആദ്യം 10 കോണകം എടുത്തു, രാധാദേവിക്ക് ഇരിക്കട്ടെ. അടുത്ത 10 കോണകം എടുത്തു, ശ്രീരാമാവിന് ഇരിക്കട്ടെ. അടുത്തത് എടുത്തു, അടുത്ത ആൾക്ക് ഇരിക്കട്ടെ. എന്നാ രാമേട്ടന് 15 എണ്ണം. അപ്പോൾ രാമേട്ടന് വലിയ സന്തോഷമായി, എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ എല്ലാവർക്കും പട്ടുകോണകം വിതരണം ചെയ്തിട്ട് ബാക്കി 2 എണ്ണം വന്നു കേട്ടോ. അപ്പോൾ ഇതാ അച്ഛനിരിക്കട്ടെ എന്ന് പറഞ്ഞു. അച്ഛനോ? അപ്പോൾ ഉണ്ണിക്ക് വേണ്ടേ? ഉണ്ണി ഇരിക്കുന്നു വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ ചോദിച്ചു, ഞാൻ എല്ലാവരും ഇനി കൊടുക്കാനല്ലേ ഇഷ്ടം, ഞാനിതൊന്നും ഉപയോഗിക്കില്ല അച്ഛാ എന്ന് പറഞ്ഞു. ഉണ്ണിയുടെ ഈ പട്ടുകോണകത്തിൻ്റെയും നല്ല രസമായിട്ടാണ് അത് ചുറ്റിയിരിക്കണത്. ഒന്നുകിൽ അതൊരു വാല് പോലെ പിന്നിൽ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ സ്ഥാനം തോളത്താണ്. അതിങ്ങനെ തോളത്ത് വിട്ടിട്ട് ഈ കാറ്റും കൊണ്ട് നടക്കാൻ തന്നെ ഉണ്ണിക്ക് നല്ല ഇഷ്ടമാണ്, നല്ലൊരു പ്രത്യേക സുഖമാണ്. അതുകൊണ്ട് ഇത് ഉടുക്കാനൊന്നുമല്ലേ, ഇതിങ്ങനെ വിതരണം ചെയ്യാനും അതിങ്ങനെ വെട്ടി മുറിച്ചുണ്ടാക്കാനും ഇതൊക്കെ ഉണ്ണിക്ക് ഇഷ്ടം. അങ്ങനെ എല്ലാവർക്കും കോണകം ദാനം ചെയ്ത പട്ടുകോണകം കൊടുത്തിട്ടുള്ള ഒരു കഥ വൃന്ദാവനത്തിലുണ്ട്. അപ്പോൾ ആ ഒരു കഥയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഈ കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ഒരു അനുഭവ കഥ കൂടെ ഉണ്ട് കേട്ടോ. അതായത് ഇത്രയും പട്ടുകോണകം ഇഷ്ടമുള്ള ഉണ്ണി ഒരു പട്ടുകോണകം ചോദിച്ച് വാങ്ങിയിട്ടുള്ള ഒരു കഥയാണ്. അതൊരു അനുഭവ കഥയാണ്, യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളതാണ്. അതും കൂടെ നമുക്കൊന്ന് സ്മരിക്കാം. അപ്പോൾ ഈ ഒരു അനുഭവ കഥയിൽ പറയുന്നത് മല്ലിശ്ശേരി ആത്തേമാരെ കുറിച്ചാണ് കേട്ടോ. അവർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴാൻ വരിക, എന്നും തൊഴാൻ വരും. അപ്പോൾ വരുന്ന സമയത്ത് പണ്ട് കാലത്താണ് കേട്ടോ, വളരെ വളരെ പണ്ടാണ്, ഒരു ഓലക്കൊടിയൊക്കെ ചൂടിയിട്ട് അവരിങ്ങനെ ഒരു മുണ്ട് കൊണ്ട് ഇങ്ങനെ പുതച്ചിട്ടുണ്ടാവും. എന്നിട്ട് അത് ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ടാണ് തൊഴാനായിട്ട് വരുന്നത്. അപ്പോൾ ഒരു ഉണ്ണി അടുത്തെത്തിയിട്ട് ചോദിക്കുക, എനിക്ക് ഈ കരയൊന്ന് തരുമോ? ഈ കര കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, നല്ല സ്വർണ്ണ കസവ്, നല്ല വീതിയിലുള്ള കരയായിരുന്നേ. അപ്പോൾ ആ കര കണ്ടപ്പോൾ ഉണ്ണിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് ഈ കരയൊന്ന് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ അമ്മയ്ക്ക് മനസ്സിലായില്ല. അപ്പോൾ ഈ മുണ്ട് എങ്ങനെയാണ് തരാം ഉണ്ണി, ഇത് ഞാനിങ്ങനെ പുതച്ചിരിക്കുന്നതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ മുണ്ട് വേണ്ട, എനിക്ക് ഈ കര മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഉണ്ണി ഇങ്ങനെ ചോദിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല കേട്ടോ. അവരത് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ ഗുരുവായൂരപ്പനെ നന്നായി പ്രാർത്ഥിച്ച് പ്രദക്ഷിണമൊക്കെ വെച്ചിട്ട് അവർ തിരിച്ചു പോയി. അങ്ങനെ അന്ന് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിലെ ഉണ്ണിക്കണ്ണൻ വന്നിട്ട് പറയാ, അതെ എനിക്ക് മുണ്ട് വേണ്ട കേട്ടോ, എനിക്ക് ഈ കര മാത്രം മതി, എനിക്ക് പട്ടുകോണകം എടുക്കാനാണ്, കോണകൊന്നും ഇല്ലേ എടുക്കാനായിട്ട്, എനിക്കാണെങ്കിൽ നല്ല ഇഷ്ടമായി, അപ്പോൾ ഇത് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് സ്വപ്നത്തിലെ ദർശനം നൽകി. അപ്പോഴാണ് അതേമാരെ ഞെട്ടി എണീറ്റിട്ട്, ഗുരുവായൂരപ്പനായിരുന്നോ ഈ സ്വർണ്ണക്കര വന്ന് ചോദിച്ചത്, മനസ്സിലായില്ലല്ലോ എനിക്ക് എന്ന് പറഞ്ഞിട്ട് സങ്കടം വന്നു കേട്ടോ. എന്നിട്ട് എന്താ ചെയ്തേ, പിറ്റേ ദിവസം തന്നെ ആ സ്വർണ്ണക്കര ആ ഭാഗമൊക്കെ ചീന്തിയിട്ട് കര മാത്രമാക്കിയിട്ട് ഗുരുവായൂരപ്പന് വേറെയും കുറേ പട്ടുകോണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഗുരുവായൂരപ്പനെ സമർപ്പിക്കുന്ന ആ ഒരു കഥ ഉണ്ണിക്കണ്ണന് അത്രയും ഇഷ്ടമാണെന്ന്. ഉണ്ണിക്കണ്ണന് ഇഷ്ടമുള്ള എന്തുണ്ടെങ്കിലും നമ്മുടെ അടുത്ത് നിന്ന് ചോദിച്ച് വാങ്ങിക്കും. അത്രയും ഇഷ്ടമാണ് എല്ലാം നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് ഉപയോഗിക്കാനായിട്ട്. അതേപോലെ തന്നെ ഞാൻ മുൻപും പറഞ്ഞിട്ടില്ലേ, ചെണ്ടയും പീപ്പിയും എല്ലാ കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത്, ഇതെല്ലാം ചോദിച്ച് വാങ്ങുന്നതാണ്. എപ്പോഴും കുറുമ്പ് കാണിച്ചിട്ടാണ് നമ്മുടെ ഉണ്ണി നടക്കുക. അങ്ങനെ കുറുമ്പനായിട്ടുള്ള ഉണ്ണിക്ക് ഇഷ്ടമുള്ള എല്ലാ വസ്തുക്കളും വഴിപാടായിട്ട് ചോദിച്ചു വാങ്ങുന്ന ഒരു ഉണ്ണിയാണ് ഇവിടെ ഉള്ളത്. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടുവന്ന് സമർപ്പിക്കാനും ഭക്തർക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പട്ടുകോണകം കൊണ്ടുവന്ന് സമർപ്പിച്ച പട്ടുകോണകം ചോദിച്ച് വാങ്ങിയിട്ടുള്ള ആ ഒരു കഥയാണ്. ഈ ഒരു കഥയും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ 2 കഥയുടെയും അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി നാളെ നമുക്ക് പുതിയ കഥകളും ഗുരുവായൂരപ്പനെ തൊഴാൻ പോയ വിശേഷങ്ങളും അലങ്കാരമൊക്കെ ആയിട്ട് കാണാം. പിന്നെ നാമജപം പ്രത്യേകം പറയണു, എല്ലാവരും വീഡിയോയ്ക്ക് ചൂടായിട്ട് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എനിക്കത് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല, കാരണം അത്രയും തിരക്കാണ്, വിഷ്ണുവിനും തിരക്കാണ്. അപ്പോൾ വിഷ്ണുവിനെ ഞാൻ ഇപ്പോൾ സഹായിച്ചു കൊണ്ടിരിക്കാം, അതുകൊണ്ടാണ് കേട്ടോ, സമയക്കുറവ് കൊണ്ടാണ് അത് കൂട്ടിക്കൊണ്ട് വരാത്തത്. പക്ഷെ എല്ലാവരും എല്ലാ ദിവസവും നന്നായി നാമം ജപിക്കുക, അത് നമ്മുടെ വീഡിയോന് ചൂടെയായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരുമിച്ച് ഞാനൊരു ദിവസം കൊണ്ടുവന്നിട്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.